ഹായ് ഡിയേഴ്സ്, നീറ്റ് 2025 ഒരു കെമിസ്ട്രി ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വായിച്ചു നോക്കിയേ. ഹയർ ഈൽഡ് ഓഫ് NO in N2 plus O2 gives 2NO can be obtained at. മക്കളെ, റിയാക്ഷന്റെ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണ്. ദാറ്റ് മീൻസ് ഇതാണ് റിയാക്ഷൻ എൻഡോതെർമിക് ആണ്, വിച്ച് മീൻസ് ഫോർവേഡ് റിയാക്ഷൻ ഇസ് എൻഡോതെർമിക്. അപ്പൊ സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം എൻഡോതെർമിക് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ആവും, അതായത് ഫോർവേഡ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ആവും. ഹയർ ഈൽഡ് ഓഫ് NO ലഭ്യമാവും. സോ അങ്ങനെയാണെങ്കിൽ NOയുടെ ഈൽഡ് വർദ്ധിപ്പിക്കാൻ നമുക്ക് ടെമ്പറേച്ചർ കൂട്ടാം, അതൊരു ഓപ്ഷനാണ്. ടെമ്പറേച്ചർ കുറച്ചാൽ ബാക്ക്വേർഡ് ആണ് ഷിഫ്റ്റ് ആവുക. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടിയാൽ എൻഡോതെർമിക് ഡയറക്ഷൻ എന്ന് ഓർത്താൽ മതി. ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആന്ന് പറഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ ഇസ് എൻഡോതെർമിക്. അപ്പൊ എൻഡോതെർമിക് ഡയറക്ഷനിലേക്ക് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ആവും. ടെമ്പറേച്ചർ കൂട്ടിയാൽ എങ്ങോട്ടാ ഷിഫ്റ്റ് ആവുക? എൻഡോതെർമിക് ഡയറക്ഷൻ. ഇനി ഹയർ കോൺസെൻട്രേഷൻ ഓഫ് N2, ഹയർ കോൺസെൻട്രേഷൻ ഓഫ് O2. N2 ആയാലും O2 ആയാലും റിയാക്ടന്റ് ആണ്. റിയാക്ടന്റിനെ എക്സ്ട്രാ ചേർത്താൽ ഇക്വിലിബ്രിയം ഷിഫ്റ്റ്സ് ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ. NOയുടെ അളവ് നമുക്ക് വർദ്ധിപ്പിക്കാം. സോ എയും സിയും ഡിയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് NOയുടെ ഈൽഡ് വർദ്ധിപ്പിക്കാവുന്നതാണ്. ഓക്കെ.